ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ടിങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? അതിനുമുമ്പേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സലാം മടക്കിയാൽ തിരിച്ചു നിങ്ങൾ സലാം എനിക്ക് മടക്കണം. കാരണം വർഷങ്ങളായി നിങ്ങളോട് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കാറില്ല. ഉസ്താദുമാരുടെ സമ്മതത്തോടെ ഞാൻ ഒരു സലാം മടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بشرى لنا نلنا المنى زال العنا وافى الهنا والدهر أنجز وعده والبشر أضحى معلنا بشرى لنا نلنا المنى زال العنا وافى الهنا إلى يوم القيامة. اللهم بجاههم عافنا وأهلنا من كل بلاء الدنيا ومصيباتها وفتنة كلها وضيقها وعذاب الآخرة. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا مرضا إلا شفيته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح وفلاح. السلام عليكم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. അർഹമുർ-റഹീമായ റബ്ബേ, സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും മഹാന്മാരുടെ സുന്നത്തുമായത്തിൻ്റെ നേതാക്കളെ കൂടെ പ്രവർത്തകരെ കൂടെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടാനും
സാധുക്കളായ ഞങ്ങൾക്കും ബന്ധപ്പെട്ടിക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ആഫത്ത് മുസീബത്തുകൾ നിന്നും ബിദ്അത്തുകൾ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങൾ, മറ്റ് സയ്യിദന്മാർ, പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, സ്നേഹമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ആവേശത്തിന്, സന്തോഷത്തിന് വഴിയൊരുക്കിയ സമയമാണ് ഇത്. ചരിത്രം പരിശോധിച്ചാൽ മുമ്പും ഇതേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് വളരെയേറെ ശക്തിമത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ കമ്പനിക്കാർ അവരുടെ ആശയത്തുനിന്ന് പരിപൂർണമായി പിന്മാറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുജാഹിദുകളുടെ പുസ്തകങ്ങൾ, മൗലവിമാർ എഴുതിയ കൃതികൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അനുഭവം അതാണ്. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, ബിദഈ കക്ഷികൾ ഈ ലോകത്ത് ഒന്നും ഉണ്ടായിട്ടുണ്ട്. സംഘടന സംഘടിച്ചുകൊണ്ട് തന്നെ ബിദഈ കക്ഷികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം പല ബിദ്അത്തിന്റെ കക്ഷികളും രംഗത്ത് വന്നത് നമ്മൾ കേട്ടതാണ്. അതിൽ ഏറ്റവും ശക്തമത്തായ ഒരു കക്ഷിയായിരുന്നു മുഅ്തസിലുകൾ എന്ന് പറയുന്ന വിഭാഗം. എവിടെ പോയി ആ വിഭാഗം? ഇന്ന് ഏതെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഖിലാഫല്ലിൽ മുഅ്തസില, ഇതിനെതിരായിരുന്നു മുഅ്തസിലിയാക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് കേൾക്കുകയല്ലാതെ ലോകത്ത് എവിടെയും ആ പാർട്ടിയോ പേരോ ഇല്ല. ഖവാരിജ് എന്നൊരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു, ഇന്ന് അവരില്ല. കറാമിയത്ത്, സൗഫസ്തായത്ത്, ഖദരിയത്ത്, മുർജിഅത്ത് തുടങ്ങിയിട്ട് ഒരുപാട് കക്ഷികൾ ഈ ലോകത്ത് വന്നിരുന്നു. ആരും ഈ ലോകത്ത് ഇല്ല. മഹാന്മാരായ അയിമ്മത്തിന്റെ ഉലമാഇന്റെ ശക്തിമത്തായ പ്രവർത്തനം കൊണ്ട് തകർന്ന് തരിപ്പണമായതാണ് ഒക്കെ. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞാൽ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ പോലത്തെ ഒരു ചെറിയ കക്ഷിയല്ല. ഹസൻ ബസരി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഹസൻ ബസരി എന്ന് പറഞ്ഞാൽ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അലി നബി താലിബിന്റെ ശിഷ്യനാണ് അദ്ദേഹം. ആരംഭ റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽ പ്രമുഖനായ മുസ്ലിം ലോകത്തിന്റെ 4ാമത്തെ ഖലീഫ അലി നബി താലിബ് എന്ന ശിഷ്യത്വം നേരിട്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഇതിൽ പുറപ്പെട്ടൊരു കക്ഷിയായിരുന്നു വാസിൽ ഇബ്നു അത്താ എന്നൊരു മനുഷ്യന്റെ നേതൃത്വത്തിൽ മുഅ്തസിലി എന്ന് പറയുന്നൊരു വിഭാഗം. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കക്ഷിയിൽ പെട്ടുപോയിട്ടുണ്ട്. കാരണം അത്രയും നല്ല തട്ടിപ്പാണ്. മുഅ്തസിലി എന്നാണ് അവരെ ലോകം അറിയപ്പെടുന്നെങ്കിലും അവരെ കക്ഷിക്ക് കൊടുത്ത പേര് അസ്ഹാബുൽ അദ്ലി വ തൗഹീദ് എന്നാണ്. തൗഹീദിന്റെ ആളുകളുണ്ട്. ലോകത്ത് വന്ന മുഴുവൻ കക്ഷികളും പിടികൂടിയത് ഈ തൗഹീദിന്റെ പേരിൽ തന്നെയാണ്. ഇവരും മുജാഹിദ് ഇന്ത്യച്ചോക്ക് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കി. അവരാണ് തൗഹീദിന്റെ ആളുകൾ എന്ന വാദത്തിലാണല്ലോ ഉള്ളത്. വന്ന എന്തെല്ലാം വിദേഹത്തിന്റെ കക്ഷികളുണ്ടോ സകലം തകർന്ന് തരിപ്പണമായെങ്കിലും അവരൊക്കെ പേരിട്ടത് ആ കക്ഷിക്ക് തൗഹീദിന്റെ കക്ഷി എന്നാ. പക്ഷേ മുഅ്തസിലത്ത് ഒരു പടി കൂടി മുന്നോട്ട് മാറി നീങ്ങിക്കൊണ്ട് പറഞ്ഞു അസ്ഹാബുൽ അദ്ലി വ തൗഹീദ, ഞങ്ങള് അദിലിന്റെയും തൗഹീദിന്റെയും ആളാണ്. എന്താ ഈ നീതി? അവർ നീതി പഠിപ്പിച്ചത് സൃഷ്ടികളെയല്ല, അല്ലാഹുവിനെയാണ്. മുഅ്തസിലിയാക്കൾ പറഞ്ഞു അല്ലാഹു തആല അദ്ൽ ചെയ്യൽ, നീതി ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ആരെങ്കിലും നിസ്കരിച്ചാൽ കൂലി കൊടുക്കൽ അവർക്ക് അല്ലാഹുവിനക്ക് നിർബന്ധമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്താൽ പ്രതിഫലം നൽകൽ അല്ലാഹുവിനക്ക് നിർബന്ധമാണ്.
ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കൽ അല്ലാഹു തആലാക്ക് നിർബന്ധമാണ്. നോക്ക് നിങ്ങള്, ഈ ഒന്നാമത്തെ വിദേഹത്തിന്റെ ഇത്രയും സംഘടിതമായി ശക്തിയായി പ്രവർത്തിക്കുന്ന വലിയ പണ്ഡിതന്മാരുള്ള ആ സംഘം മനുഷ്യരിൽ മാത്രമല്ല, അവർ അള്ളാഹുവിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നീതി ചെയ്തേ പറ്റൂവെന്ന്, അള്ളാഹു മസ്ലഹത്ത് ചെയ്തേ പറ്റൂവെന്ന്. അങ്ങനത്തെ കക്ഷിയായിരുന്നു സത്യത്തിൽ മുഅ്തസിലത്ത്. ആ മുഅ്തസിലത്തുമായി വാദപ്രയോഗം നടത്തി. മുഅ്തസിലത്തിന്റെ വലിയ പണ്ഡിതനായിരുന്നു ജുബായി. ആ ജുബായുമായിട്ടൊരു വാദപ്രയോഗമുണ്ടായി. അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്തുമായത്തിന്റെ നേതാവാണ് അബുൽ ഹസൻ അശ്അരി. അശ്അരി തരീഖത്ത്, മാതുരീദി തരീഖത്തൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ഞാനതൊന്നും വിശദീകരിക്കല്ല. ആ അബുൽ ഹസൻ അശ്അരി വാദപ്രയോഗം നടത്തി. അദ്ദേഹം ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കാം, അല്ലാഹു തആലാക്ക് നീതി പുലർത്തൽ നിർബന്ധമാണെങ്കിൽ ഒരു 3 മനുഷ്യന്മാർ, ഒന്നൊരു മുസ്ലിം, രണ്ടാമത്തൊരു അവിശ്വാസി, മൂന്നാമത്തൊരു കുട്ടി, ഈ 3 പേരോടും അല്ലാഹു നീതി പുലർത്തണ്ടേ നിങ്ങൾ പറഞ്ഞ അഭിപ്രായ പ്രകാരം? അതെ. ജുബായി പറഞ്ഞു, നീതി പുലർത്തും, ഒരു സംശയവുമില്ല. കാരണം മുസ്ലിം ആണെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് ഇടും, അവിശ്വാസിയാണെങ്കിൽ നരകത്തിലേക്ക് പോകാൻ പറയും. കുട്ടിയാണെങ്കിൽ അവനോ ശിക്ഷയുമില്ല, രക്ഷയുമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല, സ്വതന്ത്രമായി നടന്നോളാൻ പറയും. അതാണ് നീതി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ചോദിച്ചു, എങ്കിൽ ആ കുട്ടി അല്ലാഹു തആല നീതി പുലർത്തിയിട്ടില്ലല്ലോ. കാരണം സ്വർഗവുമില്ല, നരകവുമില്ലെന്നല്ലേ പറയുന്നത്. തന്റെ ഒരു കൂട്ടുകാരന് സ്വർഗം കൊടുത്തത് ആ കുട്ടി കാണുമ്പോ ആ കുട്ടി ചോദിക്കൂലേ, അല്ലാഹുവേ എന്നെ നീ വലുതാക്കിയിരുന്നെങ്കിൽ, പ്രായപൂർത്തി വരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാനൊരു മുസ്ലിം ആകുമായിരുന്നു, ഈ മനുഷ്യനെ പോലെ സ്വർഗത്തിലേക്ക് പോകാമായിരുന്നല്ലോ. ഇതൊക്കെ നീതി നിഷേധിച്ചതല്ലേ, നീയല്ലേ എന്നെ മരിപ്പിച്ചത്? നീ മരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവനെ പോലെ ഒരു മുസ്ലിമായി പ്രായപൂർത്തിയെത്തിയതിന് ശേഷം ജീവിക്കും, എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നില്ലേ? നീയല്ലേ എന്നോട് ആ നീതി കാണിച്ചത്? അപ്പൊ ജുബായി പറഞ്ഞു, അല്ലാഹു ആ കുട്ടിയോട് മറുപടി, എടോ നീ പ്രായപൂർത്തിയായാൽ മുസ്ലിം ആകുകയില്ല, അവിശ്വാസിയായി പോകും, നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് നിനക്ക് ഗുണം ആ നരകത്തിലേക്കാ മെച്ചം ഇവിടെ സ്വർഗവുമില്ല നരകവുമില്ലാത്ത ജീവിതമല്ലേ, അതുകൊണ്ട് നിനക്ക് ഗുണം ചെയ്താന്ന് പറയും. അപ്പൊ അബുൽ ഹസൻ അശ്അരി ചോദിച്ചു, എന്നാൽ ആ അവിശ്വാസിയായ മനുഷ്യൻ ഉടൻ തന്നെ എഴുന്നേറ്റുന്ന അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ പ്രായപൂർത്തി വരെ താമസിക്കാൻ ജീവിക്കാൻ അനുമതി തന്നുകൊണ്ടല്ലേ ഞാൻ നേരത്തെ മരിക്കാതിരുന്നത്? ഈ കുട്ടിയെ നീ നേരത്തെ മരിപ്പിച്ച് രക്ഷപ്പെടുത്തിയ പോലെ എന്നെ എന്തുകൊണ്ട് നേരത്തെ മരിപ്പിച്ച് നീ രക്ഷപ്പെടുത്തിയില്ല എന്ന് ഈ കുട്ടിന്റെ കൂടെ നിൽക്കുന്ന ആ അവിശ്വാസി പിന്നീട് ചോദിച്ചാൽ അല്ലാഹു മറുപടി പറയും, മുഅ്തസില വിഭാഗത്തിന്റെ നേതാവായിരിക്കുന്ന ജുബായിക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ ഖളാ, അവന്റെ തീരുമാനം നടപ്പിലാക്കുക എന്നല്ലാതെ ഈ നീതിന്റെ വിഷയമൊന്നും, ഈ മസ്ലഹത്തിന്റെ വിഷയമൊന്നും അല്ലാഹു തആലാക്ക് ഇല്ല എന്ന് ആ മനുഷ്യൻ മറുപടി അറിയാൻ കഴിയാതെ മുട്ടുകുത്തിയെങ്കിലും ചെങ്ങായി മാറിയില്ല. അവൻ ആ മുഅ്തസിലാത്ത് തന്നെ നിലനിന്നു. പക്ഷേ മാറ്റം വന്ന് ആരംഭിച്ചു. വലിയ ബുദ്ധിജീവികളുടെ ഒരു പാർട്ടിയാണ് ഈ മുഅ്തസിലകൾ. ആ വാദപ്പാദം കഴിഞ്ഞതോടുകൂടെ അധപ്പതനം തുടങ്ങി. നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന് അങ്ങനെ ഒരു പാർട്ടി ലോകത്ത് എവിടെയും തപ്പിയാൽ കാണുകയില്ല. മുഅ്തസില വിഭാഗം ഇന്ന് ദുനിയാവിലില്ല. ഖവാരിജ് വലിയ കേമന്മാരാണ്. 10,000 ആളുകൾ അന്നുണ്ടായിരുന്നു ആ സംഘടനയിൽ. പരിപൂർണമായി തകർന്നു, തരിപ്പിടമായി. അങ്ങനെ പിഴച്ച ബിദ്അത്തിന്റെ ഏതെല്ലാം കക്ഷികൾ ഈ ലോകത്തുണ്ടോ അത് മുഴുവനും തകർന്ന ചരിത്രം മാത്രമേ നമുക്ക് പുറകോട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ മുമ്പുള്ള ചിത്രം അതാ നമുക്ക് നൽകുന്ന പാഠം. ഇതേ പാഠം ഇന്നിവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ കൊച്ചു മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാം ഇവിടെ തകരാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ആ തകർച്ച അത് കാസർഗോഡ് മുതൽക്കും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗത്തും നടക്കും, ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മുഅ്തസിലികളുടെ തകർച്ച തുടങ്ങാനുണ്ടായ കാരണവും ഇവരെ തകർച്ച തുടങ്ങാനുണ്ടായ കാരണവും ഒന്നാണ്. മുഅ്തസിലികളെ തകർച്ച തുടങ്ങിയത് മുഅ്തസിലികൾ പറഞ്ഞു ജിന്ന് എന്നൊരു വിഭാഗം ഈ ദുനിയാവിലില്ല. ആദ്യമായിട്ട് അവരാണ് ഇത് പറഞ്ഞത്. ഇപ്പോഴല്ല ഈ ജിന്നിന്റെ കേസ് വന്നത്. ആദ്യമായി ലോകത്ത് ജിന്നില്ലെന്ന് വാദം ഉന്നയിച്ചത് ഈ മുഅ്തസിലികളാ. അവർ നിന്നാണ് അതിന്റെ അധപ്പതനം തുടങ്ങിയത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ജിന്ന് ഇൻസ് എന്ന 2 വിഭാഗമുണ്ടെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടാ
അത്രയും പരസ്യമായ ഒരു വിഷയത്തെ നിഷേധിക്കാൻ ഒരു മടിയുമില്ലാതെ രംഗത്ത് വന്ന കൂട്ടരാണ് ഈ മുഅ്തസിലി എന്ന് പറയുന്ന വിഭാഗം. അവിടെ നിന്ന് തുടങ്ങി. നിങ്ങളെ കോഴിക്കോട്ടുകാരൻ മരിച്ചുപോയൊരു മൗലവിയുണ്ട്, CN അഹമ്മദ് മൗലവി. വേക്കവടയുടെ മാർക്കറ്റിൽ തുണിക്കച്ചവടമായിരുന്നു കുറേ കാലം. CN അഹമ്മദ് മൗലവി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, വലിയ ഖുർആൻ പരിഭാഷ എഴുതിയ ആളാണ്. അയാൾ പറഞ്ഞു, ജിന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇല്ല. അയാൾ പറഞ്ഞു, ഈ കോഴിക്കോട് പട്ടണത്തിൽ, അയാൾ ഈ കോഴിക്കോട് പട്ടണക്കാരനാ, അതുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിലുള്ളവരൊക്കെ ഹിംസ, കുറേയും കൂടി അങ്ങോട്ട് കയറി ചെന്നാൽ ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജിന്ന്. അങ്ങനെ മനുഷ്യരിൽ 2 വിഭാഗമല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ കണ്ണിൽ കാണാത്ത ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്നായിരുന്നു ഈ CN അഹമ്മദ് മൗലവിന്റെ വാദം. അയാളെ ഖുർആൻ പരിഭാഷയിൽ അയാൾ അങ്ങനെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് അയാളെ പുതിയ വാദമല്ല, മുഅ്തസിലിയാക്കളുടെ വാദമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ജിന്നുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്ലീസിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നിന്റെ നേതാവാണ് ഇബ്ലീസുൽ ലഈൻ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. മനുഷ്യരല്ല ജിന്നെന്ന് പറയുന്നത്. മനുഷ്യരൊക്കെ പട്ടണത്തിൽ താമസിച്ചാലും മലയോര പ്രദേശങ്ങളിൽ താമസിച്ചാലും പർവ്വതങ്ങളിൽ താമസിച്ചാലും അതൊക്കെ മനുഷ്യർ മണ്ണിൽ പടക്കപ്പെട്ടവരാ. ജിന്ന് ഖലഖതനി മിൻ നാരിൻ, തീയിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് രണ്ട് കക്ഷി തന്നെയാണ്. ആ ജിന്നുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ജിന്നുകൾക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. ഞാനതൊന്നും വിശദീകരിക്കുകയല്ല. ഈ രൂപത്തിൽ 2 വിഭാഗമുണ്ടെന്ന് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ചിട്ട് ഇത്രയും വ്യക്തമായ ഒരു സത്യത്തിനെ നിഷേധിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ മുഅ്തസിലി എന്ന വിഭാഗം പരിപൂർണമായി അധപ്പതിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടതാ. ഈ മുജാഹിദുകളെയും പിടികൂടിയത് ഇതേ ജിന്ന് തന്നെയാണ്. ഇപ്പോൾ അവർ നാശത്തിന്റെ തുടക്കം ജിന്നിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സുന്നത്തുമായത്തിന്റെ പണ്ഡിതന്മാർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഈ KS മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ സന്തോഷത്തിന് വഴിയാകുമായിരുന്നു. അവരന്ന് പറഞ്ഞത് ഇന്നിവിടെ പുലർന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു. ഞാൻ ആ വിഷയമൊന്നും ഇവിടെ പ്രസംഗിക്കുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഇവിടെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജിന്നിനെയും മലായികത്തിനെയും സഹായം ചോദിച്ചാൽ അത് ഇസ്തിഗാസയല്ല, പ്രാർത്ഥനയല്ല, അതുകൊണ്ട് അത് ശിർക്കല്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ മുജാഹിദിലെ പിളർന്ന നല്ലൊരു വിഭാഗത്തിന്റെ വാദം. സക്കരിയ സലാഹി അടക്കമുള്ള അയാൾ ഡോക്ടറേറ്റ് നേടിയ ആളാണെന്നാ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വലിയ കഴിവുള്ള മനുഷ്യനാണ് അയാൾ. ആ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലാണ്. അവരൊക്കെ പറഞ്ഞു തുടങ്ങി, ജിന്നുകളോടും മലായികത്തിനോടും സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല, അവരോട് സഹായം ചോദിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ തൗഹീദിന് റസൂൽ പഠിപ്പിച്ചൊരർത്ഥമുണ്ട്, ലോകം മുഴുവനും അംഗീകരിച്ചൊരർത്ഥമുണ്ട്. ആ അർത്ഥം പരിപൂർണമായി മാറ്റി പുതിയൊരർത്ഥം കണ്ടുപിടിച്ചത് ഈ മുജാഹിദുകളുടെ നേതാവ് റഷീദുർ റിളയാണ്. ആ റഷീദുർ റിള വരുന്നത് വരെ ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമും ആ റഷീദുർ റിള കൊണ്ടുവന്ന അർത്ഥം പറഞ്ഞിട്ടില്ല. എന്താണ് തൗഹീദ് ചോദിച്ചപ്പോ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് റസൂലാണ് ആ നിർവചനം പറഞ്ഞത്. ഇവരോട് നിർവചനം ചോദിക്കുമ്പോൾ ഇവരോട് നിർവചനം പറയാനുള്ള അല്ല ഖുർആനും ഹദീസൊന്നും. പൊട്ടപ്പുറത്തുനിന്ന് പണ്ട് ബഹുമാനപ്പെട്ട എപി ഉസ്താദ് ചോദിച്ചു, എന്താ കൂട്ടരെ നിങ്ങളെ ശിർക്കിന്റെ നിർവചനം? അത് നിർവചനം പറഞ്ഞാലല്ലേ ഇത് ശിർക്കാണോ അല്ലേ ഇത് മനസ്സിലാക്കല്? അന്ന് അവർ പറഞ്ഞു, ശിർക്കിന്റെ നിർവചനം പറയാനുള്ള അല്ല ഖുർആനും ഹദീസൊന്നും. നിങ്ങൾ ചിന്തിച്ചോ, ഇസ്ലാമിലെ ഒന്നാമത്തെ വിഷയം തൗഹീദല്ലേ? ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്കാണ് ഏറ്റവും ഗുരുതരമായ കേസ്. അല്ലാഹു പൊറുക്കൂല ശിർക്ക് ചെയ്ത മനുഷ്യൻ. അതേ സമയത്ത് തെറ്റുകൾ മനുഷ്യന്റെ ഭാഗത്തുണ്ടായി പോയാൽ ഒരു പക്ഷെ അല്ലാഹു തആല പുറത്തുനിന്ന് വരും. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റി നിർവചനം പറയാനുള്ളതല്ല ഖുർആനും ഹദീസും എന്നാണ് അന്ന് കൊട്ടപ്പുറത്ത് ഇവന്മാര് പറഞ്ഞതോ. ഇതിനെന്താ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്? ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ല. മഹാനായ പ്രവാചകനോട് ചോദിച്ചു, മൽ ഈമാനു ബില്ലാഹി വഅദാ, എന്താണ് തൗഹീദ്?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കലാകുന്നു എന്ന് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അത് തന്നെയാണ് മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. ഇലാഹ് ഒന്നാണ്, മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ പ്രവാചകൻ. ഈ വിശ്വാസമാണ് തൗഹീദിന്റെ കാതലായ ഭാഗം, അല്ലെങ്കിൽ കലിമത്ത് തൗഹീദ് അതാ പഠിപ്പിച്ചിട്ടുള്ളതാ. ഇത് മാറ്റിയിട്ട മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ പുതിയ തൗഹീദ് അവതരിപ്പിച്ച ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടുത്തെ മുജാഹിദുകൾക്കുണ്ടായിരുന്നത്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവരെ ദിട്ടിയിൽ മുസ്ലിമായ മുവഹിദായ ഒരു കുട്ടിയുമില്ല. സ്വഹാബിമാരെ കൂട്ടത്തിലില്ല, താബിഈകളെ കൂട്ടത്തിലില്ല, താബിഈകളെ കൂട്ടത്തിലില്ല, മുസ്ലിം ഉമ്മത്തിലില്ല. 4 മുജാഹിദുകൾ മാത്രം. പക്ഷെ അവർ ഇപ്പൊ തമ്മിൽ കാഫറാക്കാനും മുശ്രിക്കാക്കാനും തുടങ്ങിയിരിക്കുക. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഇവർ ഈ മുശ്രിക്കാക്കിയതിന്റെ പ്രതിഫലം ഇവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ നിന്ന് മുശ്രിക്കായിക്കൊണ്ടിരിക്കുന്നു. സക്കരിയ സലാഹി മുശ്രിക്കാണെന്നാ മറ്റോല് പറയുന്നത്. മറ്റോൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലെന്നാ സക്കരിയ സലാഹി പറയുന്നതാ. ഈ രൂപത്തിൽ ആ കക്ഷികൾ കലഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്. റഷീദുള്ള പറഞ്ഞു മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളതാ, അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല. തൗഹീദ് വിശദീകരിച്ചുകൊണ്ട് അവരുടെ വിവരണമായിരുന്നു അത്. മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല. പരസ്യമായി ഉമർ മൗലവി എഴുതി വെച്ചതാണ്. ഇവരെ പുസ്തകത്തിൽ തന്നെ ഉണ്ടാകും. ഓരോ ക്ലിപ്പിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മനുഷ്യ കൈവിന്റെ അപ്പുറത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. ഇപ്പൊ അവിടുന്ന് 3 ഓഹരിയിൽ 2 ഓഹരിയും ഇവർ വിട്ടു. ഇപ്പൊ പറയുന്നു മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള ചോദിക്കാൻ പാടില്ല എന്നല്ല. മനുഷ്യ കൈവിന്റെ അപ്പുറത്തും ജിന്നിന്റെ കൈവിന്റെ അപ്പുറത്തും മലായികത്തിന്റെ കൈവിന്റെ അപ്പുറത്തുമുള്ള ചോദിക്കുന്നതിന് വിരോധമില്ല, ചോദിക്കാൻ പാടില്ല. ജിന്നിന്റെ പരിധിയിൽപ്പെട്ടതോ മലക്കിന്റെ പരിധിയിൽപ്പെട്ടതോ മനുഷ്യന്റെ കയ്യിൽപ്പെട്ടതോ ചോദിക്കുന്നതിന് വിരോധമില്ല. ഇത് സമ്മതിച്ചു മുജാഹിദ് വിഭാഗത്തു നിന്നുള്ള നല്ലൊരു വിഭാഗം. പണ്ട് ബഹുമാനപ്പെട്ട ഈ കെ.എസ്. മുസ്ലിയാർ ഓതി, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിജനമായ ഒരു സ്ഥലത്ത് മനുഷ്യന്മാരില്ലാത്തൊരു പ്രദേശത്തെത്തിയാൽ ആ മനുഷ്യന്റെ ഒട്ടകം നഷ്ടപ്പെടുകയോ വല്ലതും പോയി പോവുകയോ ചെയ്താൽ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ ദാസന്മാരെ എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറയാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫൽയഖുൽ എന്നാണ് ഒരു ഹദീസ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് വിജന സ്ഥലം മനുഷ്യന്മാരില്ല, ലൈസൽ ബിഹാനീസുൻ, മനുഷ്യന്മാരില്ല. അവിടെ ജിന്നുകൾ ഉണ്ടാകും, മലായിക്കത്തുകൾ ഉണ്ടാകും. അവരോട് സഹായം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളെന്ന് നിങ്ങളുടെ വാദം ഇത് ഈ ഹദീസ് കൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്ത്, മനുഷ്യന്മാർ കേൾക്കാനില്ലാത്ത സ്ഥലത്ത് മലായിക്കത്തിനോടും ജിന്നിനോടും ചോദിക്കാമല്ലോ. മനുഷ്യ കൈവിന്റെ അപ്പുറത്ത് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക മനുഷ്യ കൈവിന്റെ അപ്പുറത്തല്ലേ മലായിക്കത്തിന്റെ കഴിവ്. ആ മലായിക്കത്തിന് ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് മാത്രമല്ല, ഫൽയുനാദി ഒരു ഹദീസല, ഫല്യഖുൽ മറ്റൊരു റിപ്പോർട്ടല. അങ്ങനത്തെ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹ്, മലായിക്കത്തിനെയും ജിന്നുകളെയും വിളിക്കാൻ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കൽ ശിർക്കല്ലെന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാദം പൊളിഞ്ഞിരിക്കുന്നു, റഷീദ് റിളാന്റെ വാദം പൊളിഞ്ഞിരിക്കുന്നു എന്ന ബഹുമാനപ്പെട്ട ഈ കെ.എസ്. മുസ്ലിയാർ പറഞ്ഞപ്പോ മുജാഹിദുകളെല്ലാം കൂടി ഹസ്സൻ മുസ്ലിയാരെ കുതിര കയറാൻ ശ്രമിച്ചു. അയാളെ വാദം ശരിയല്ല എന്ന്. ഹസ്സൻ മുസ്ലിയാർ മരിച്ചിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടില്ല, 30 വർഷം പൂർണ്ണമായിട്ടില്ല. അതിന്റെ മുമ്പ് ഇവരിൽ നല്ലൊരു ഭാഗം പറഞ്ഞു ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞതാണ് ശരി. ജിന്നിനോടോ മലായിക്കത്തിനോടോ സഹായം ചോദിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, അത് ശിർക്കല്ല.
ഈ മുജാഹിദിലെ നല്ലൊരു ഭാഗം പണ്ഡിതന്മാര് ആ ഭാഗത്താണുള്ളത്. ബഹുമാനപ്പെട്ട ഈ KS മുസ്ലിയാരെ വിജയമല്ലെങ്കിൽ മറ്റെന്തായി വിജയം? ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ പവറാണ്. ബഹുമാനപ്പെട്ട ഈ KS മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ശംസുൽ അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, ജീവിച്ചിരിക്കുന്ന AP ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളുടെ പ്രസംഗത്തിന്റെയും പ്രബന്ധത്തിന്റെയും ഖണ്ഡനത്തിന്റെയും വാദപ്രവാദത്തിന്റെയും പ്രയോജനമാണെന്ന് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദ് പ്രസ്ഥാനം പരിപൂർണമായി തകർന്ന് തരിപ്പണമാവുകയാണ്. കാരണം മുഖ്യമായ വിഷയം തൗഹീദും ശിർക്കുമല്ലേ. ആ തൗഹീദിലും ശിർക്കിന്റെയും വിഷയത്തില ഇവന്മാരും മാറിയെങ്കല നിങ്ങൾ ചിന്തിച്ചു നോക്ക, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറാൻ ഒരു പ്രയാസവുമില്ല. ഈ സക്കരിയ സലാഹിന്റെ അപ്പുറത്തുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സത്യത്തിൽ അവരോട് ചോദിക്കേണ്ടതില്ല, സക്കരിയ സലാഹ് എന്നെ ചോദിക്കുന്നുണ്ടാ. മറുഭാഗത്ത് കുറഞ്ഞ ആളോട് ബാക്കിയുണ്ട്. സക്കരിയ സലാഹി പറഞ്ഞത് സ്വീകരിക്കാതെ ജിന്നിനോട് ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളുകൾ കുറച്ചിപ്പോഴുമുണ്ട്. മുജാഹിദ് വിഭാഗത്തില് പരിപൂർണമായി തീർന്നിട്ടില്ല. ഒരു രോഗം മാറുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് മാറൂല. രോഗം വരല് പെട്ടെന്ന് വരും, മാറാൻ ഇത്തിരി താമസമെടുക്കും. എന്ന പോലെ ഇത് പരിപൂർണമായി വിദഗ്ധ ഹൃദയത്തിൽ മാറെങ്കിൽ ഇത്തിരി സമയമെടുക്കും. മലായിക്കത്തിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന മറുഭാഗത്തുള്ള ആളുകൾ പറയുന്നതാണ്. മലായിക്കത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്യുന്നത് തന്നെ. മലായിക്കത്ത്, ജിന്നുകൾ എന്ന വിഭാഗം മനുഷ്യന്റെ പുറത്തുള്ള മറ്റു രണ്ട് വിഭാഗങ്ങളാ. ഈ രണ്ട് വിഭാഗത്തിനെയും അല്ലാഹു ഏർപ്പാട് ചെയ്തത് അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ജീവിക്കാനാണ്. ഇബാദുൽ മുഖറബൂൻ ലാ യസൂലുല്ലാഹ മാ അമറുഹും വയഫഅലൂന മാ യുഅമറൂൻ ഖുർആൻ പറഞ്ഞതാ. മലായിക്കത്തിന്റെയും ജിന്നുകളെയും പ്രവർത്തനം തന്നെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഒരായത്ത് നോക്ക് നിങ്ങൾ, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യർക്ക് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ മുമ്പിലും പുറകിലും മലായിക്കത്തിന് അല്ലാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്നാണ്. വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു, യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന്റെ മുമ്പിലും പിമ്പിലും മലായിക്കത്തുകളുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. ആ മനുഷ്യനെ ആപത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മലായിക്കത്ത് രക്ഷപ്പെടുത്തും. മനുഷ്യനെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു വിഭാഗമാണ് ഈ മലായിക്കത്ത്. പരിശുദ്ധ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹുവിനോട് സഹായം ചോദിച്ച ബദരീങ്ങള്, അല്ലാഹു അവരെ സഹായിച്ചത് മലായികത്തുകളെ കൊണ്ടാണ്. അല്ലാഹുവിനോട് സഹായം ചോദിച്ച മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബിയെ സഹായിച്ചത് മലായികത്തുകളെ കൊണ്ടാണ്. 5000-ഓളം മലായികത്തുകളെ കൊണ്ട് അല്ലാഹു തആല അവരെ സഹായിച്ചു. മുഅ്മിനീങ്ങളെ സഹായിക്കാനാണ് ഈ മലായികത്തിനെ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി വൽയുനാദി യാ ഇബാദല്ലാഹ്. മനുഷ്യന്മാരില്ലാത്ത പ്രദേശമാണെങ്കിലും വിജനപ്രദേശമാണെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളെ യാത്ര മധ്യേ നിങ്ങൾ മലായികത്തിനെ കൊണ്ട് സഹായം ചോദിച്ചുകൊള്ളുക, ജിന്നുകളെ കൊണ്ട് സഹായം ചോദിച്ചുകൊള്ളുക. അവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല വെച്ചതാണ്. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അവരുണ്ട്, നിങ്ങളുടെ പുറകിൽ അവരുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ച് സഹായം ചോദിച്ചുകൊള്ളുക. ഇതാണ് സത്യത്തിൽ ഖുർആൻ പഠിപ്പിച്ചത്. ഈ ആജ്ഞ അംഗീകരിച്ചുകൊണ്ട് മലായികത്തിനോട് സഹായം ചോദിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ അല്ലാഹു തആലയോട് സഹായം ചോദിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചത് മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നേരത്തെ 1000 മലായികത്തുകളെ കൊണ്ടാ. പിന്നീട് ഖുർആൻ പറഞ്ഞു 5000 മലായികത്തുകളെ കൊണ്ടാ. നോക്ക് നിങ്ങൾ, മനുഷ്യനെ സഹായിക്കാൻ, പ്രവാചകനെ പോലും സഹായിക്കാൻ, ബദരീങ്ങളെ സഹായിക്കാൻ അല്ലാഹു നിശ്ചയിച്ചൊരു ഭാഗമാണ് ഈ മലായികത്തുകളാ. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു വൽയുനാദി, അവൻ മലായികത്തുകളുണ്ടാകും അവിടെ, അല്ലെങ്കിൽ ജിന്നുകൾ ഉണ്ടാകും അവിടെ. അവരോട് സഹായം ചോദിക്കട്ടെ, അവർ സഹായിക്കും, ഒരു സംശയവുമില്ല.
ഹദീസ് ദഈഫ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ചില കുട്ടികൾ. ഖുർആൻ പഠിപ്പിച്ചൊരാശയമാണിത്. ഇനി ഹദീസിന്റെ ദഈഫ് നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടിയെങ്കിൽ ഞാൻ പറയാം. ജിന്നുകളെ പരിശോധിച്ച് നോക്ക് നിങ്ങള്. ജിന്നുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽജവാബ്. എന്തിനാണ് ഈ ജിന്നുകൾ അല്ലാഹു തആല വിളിച്ചിട്ടുള്ളത്? വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി. ജിന്നുകളും മനുഷ്യനെ സഹായിക്കാനുള്ളവരാണ്, മനുഷ്യന് പുരോഗതി ഉണ്ടാക്കാനുള്ളവരാണ്. ജിന്നുകളെ കൊണ്ട് മനുഷ്യന്മാർക്ക് ധാരാളം പുരോഗതി ഉണ്ടാകും. വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി. ജിന്നുകളെ കൊണ്ട് മനുഷ്യർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ജിന്നുകൾ മനുഷ്യന്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശേഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യഅമലൂന ലഹു മാ യശാ. ജിന്നുകള് ആ സുലൈമാൻ നബിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്തെല്ലാം ആവശ്യങ്ങള്? വലിയ ടാങ്കി പോലത്തെ പാത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കും, വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. ആ സുലൈമാൻ നബി ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കും. സമുദ്രത്തിൽ പോയി മുത്തുവാരി കൊണ്ടുവരും. അങ്ങനെ എന്താണോ സുലൈമാൻ നബി ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം അങ്ങ് പറഞ്ഞാൽ മതി, ജിന്നുകൾ നിർവഹിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ ചിന്തിച്ചോ, അവർ ചെയ്തു തരും, ചോദിക്കാൻ പാടില്ലെന്നാ മറ്റേ ഭാഗം പറയുന്നത്. ഖുർആൻ പറഞ്ഞ ചോദിക്കാൻ പാടില്ലെന്നല്ല, ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ല, സുലൈമാൻ നബി മനസ്സിൽ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രവാചകന്മാർ ആവശ്യപ്പെട്ടാൽ, നല്ല ആളുകൾ ആവശ്യപ്പെട്ടാൽ തന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ ജിന്നുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ കാര്യങ്ങൾ നേടിക്കൊടുക്കാനാ. ഈ ആയത്ത് പഠിച്ചത് കൊണ്ടാണ്, ഈ ആയത്ത് പറഞ്ഞത് കൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഫൽയുനാദി, അവൻ വിളിച്ചോട്ടെ, യാ ഇബാദല്ലാഹ്, ഓ ജിന്നുകളെ, മലായികത്തുകളെ, നമ്മൾ ആരുമില്ലാത്തൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചു തരണം. നമ്മുടെ ഒട്ടകം കാണാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ സഹകരിക്കണം എന്ന് വിളിക്കാൻ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ, ഏൽപ്പിച്ചത് മനുഷ്യന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ മാനിച്ചുകൊണ്ട് മനുഷ്യന്മാർക്ക് കാവൽ നൽകാനാണ്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട കെ.എസ്. മുസ്ലിയാർ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, യാ ഇബാദല്ലാഹ്, വിജനമായ സ്ഥലം, മനുഷ്യന്മാരില്ലാത്ത പ്രദേശം, മരുഭൂമിയാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണ്, അവിടെ മനുഷ്യന്മാരുണ്ടാകുകയില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒരുപാട് ഫോറസ്റ്റുകളുണ്ട്, അവിടെ മനുഷ്യന്മാരില്ല. അവിടെ ചൊല്ലുമ്പോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വന്യജന്തുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായേക്കും. നിങ്ങൾ ഇസ്തിഗാസ ചെയ്തോ, യാ ഇബാദല്ലാഹ്, ജിന്നുകളെ ഞങ്ങളെ സഹായിക്കണം, മലക്കുകളെ ഞങ്ങളെ സഹായിക്കണം എന്ന് വിളിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് കൃത്യമായി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ തൗഹീദ് മാറ്റിയിട്ട ഇവിടുത്തെ റഷീദ് എന്നൊരു മനുഷ്യൻ പറഞ്ഞു, മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാകുന്നു. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തൊരു ഗുരുതരമായ ആപത്താണ് ആ മനുഷ്യൻ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് പറഞ്ഞു നിർത്തിയതല്ല, ആ ഒരൊറ്റ വാദം കാരണമായിട്ട് ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങളെ ഇവന്മാര് മുശ്രിക്കാക്കി. എത്ര ജനങ്ങളാ ഇവരെ ഭാഷയിൽ മുശ്രിക്ക? ബഹുദൈവാരാധകരാണെന്നാണ് ഈ മുജാഹിദിന്റെ പ്രസംഗം. മുഴുവൻ സുന്നികളും ബഹുദൈവാരാധകർ, അയിമ്മത്തുകൾ ബഹുദൈവാരാധകർ, സ്വഹാബിമാര് ബഹുദൈവാരാധകർ. നിങ്ങൾ ചിന്തിച്ചോക്ക്, ആരാണ് ഇവിടെ ബഹുദൈവാരാധകർ അല്ലാത്തവർ? 4 മുജാഹിദ് മക്കളും 3 ജമാഅത്തെ ഇസ്ലാമിയും മാത്രം. ഇത്രയും ഗുരുതരമായ ഒരു അപകടം ഈ ലോകത്ത് വിളിച്ചു കൂവിയത് ഈ റഷീദുല്ലാന്റെ തല തിരിഞ്ഞ തൗഹീദിന്റെ കാരണത്താലാണ് എന്ന് പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, ഒരു ഭാഗം മുജാഹിദുകൾക്കെങ്കിലും ഇസ്ലാം മനസ്സിലാക്കാനും തുറന്നു പറയാനും അവസരമുണ്ടായല്ലോ. നമ്മുടെ സംഘടനയുടെ, നമ്മുടെ നേതാക്കളുടെ പ്രവർത്തനത്തിന്റെ പവർ തന്നെയാണ്, സംശയം അക്കാര്യത്തിലില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചോക്ക്, സക്കരിയ സലായി മാറേണ്ടതുണ്ട് കുറച്ചുകൂടി.
അയാൾ പറഞ്ഞു മലക്കിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളത്, ജിന്നിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കാൻ പാടില്ല എന്ന് അയാൾ ഇപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്താണ് ഈ കഴിവ്? മലക്കിന്റെയും ജിന്നിന്റെയും കഴിവിന്റെ അപ്പുറത്ത് തന്നെ കഴിവെന്താ? മലക്കിന്റെ കഴിവിന്റെ അപ്പുറത്ത് നിങ്ങൾ ചിന്തിച്ചോക്ക്. അയാൾ കേൾക്കുന്നുണ്ടാകും എന്റെ പ്രസംഗം. അയാൾ ചിന്തിച്ചാൽ മതി, മറുപടി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. മലക്കിന്റെ കഴിവിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മലക്കിന്റെ കഴിവെന്താ? ഇസ്രാഫീൽ എന്നൊരൊറ്റ മലക്ക് ഊതിയാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ജീവികളും മരിച്ചു പോകും. എന്ത് കഴിവായത്? എവിടെയാണ് ഈ കഴിവിന്റെ അളവ് ഇവർക്ക് അളക്കാൻ കഴിയുന്നത്? എവിടെയാണ് ഇതിന്റെ പരിധി? ഞാനും നിങ്ങളും ഊതിയാൽ ഒരു ചിമ്മടി വിളക്ക് കെടൂല. രണ്ടാമത് ഒന്നുകൂടി ഊതുമ്പോഴേ മെഴുതിരി കെടാറുള്ളൂ. ഒരൊറ്റ മലക്ക് ഊതിയാൽ ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര ജീവികളുണ്ട്, എണ്ണം എത്രയുണ്ടെന്ന് പറയാൻ കഴിയോ സക്കരിയ സലാഹിക്ക്? ഇത്രയും വലിയൊരു സമൂഹം ഇസ്രാഫീൽ എന്ന മലക്ക് ഒരൊറ്റ ഊത്തൂതിയ മതി, അടിക്കണ്ട, ചവിട്ടണ്ട, ഒരു ശക്തിയുള്ള പ്രവർത്തനവും വേണ്ട. മെല്ലെ നമ്മളൊക്കെ മന്ത്രിച്ചു പോകുന്നത് പോലെ ഒന്ന് ഊതിയാൽ മതി, ലോകത്തുള്ള മുഴുവൻ ജീവികളും മരിച്ചു പോകും. നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഇരിക്കട്ടെ, കൈവ് അവിടെ അവസാനിച്ചോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, കൈവ് എവിടെയാ? അതേ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതൊരൊറ്റ ഊത്തും കൂടി ഊതിയാലോ? മുഹ്യിദ്ദീൻ ശൈഖ് ഊതിയപ്പോ ഒരു കോഴിയായി ജീവിച്ചതാ. ഇസ്രാഫീൽ എന്ന മലക്ക് ഊതിയാൽ ആദം നബി മുതൽ ഈ ലോകത്ത് മരിച്ചുപോയ മുഴുവൻ മനുഷ്യന്മാരും, ജീവികളെ ഹദ് അതിർത്തി എത്രയെന്ന് പറയാൻ കഴിയില്ല. ആ ജീവികൾ മുഴുവനും, ഉറുമ്പ് മുതൽ കാട്ടാനയടക്കമുള്ള സകല ജീവികളും ഇസ്രാഫീലിന്റെ ഒരു ഊത്തുകൊണ്ട് ഹയാത്താകുന്നു, ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സക്കരിയ സലാഹി മനസ്സിലാക്കണം എത്രയാണ് മലക്കിന്റെ കഴിവ്. എവിടെയാ നിങ്ങൾ മലക്കിന്റെ കഴിവ് അളന്നത്? മലക്കിന്റെ കഴിവിന്റെ അപ്പുറത്തുള്ള ചോദിക്കാൻ പാടില്ല. മലക്കിന്റെ കഴിവാണെങ്കിലും അതിന്റെ ഇപ്പുറത്തുള്ളതേ ചോദിക്കാൻ പാടുള്ളൂ എന്നേ ഇപ്പോഴും ഇയാൾ പഠിച്ചിട്ടുള്ളൂ. അലിഫേ ഇപ്പോഴും പഠിച്ചിട്ടുള്ളൂ. സുന്നത്തമായത്തിന്റെ പ്രസംഗം കേട്ടാ ബാക്കി പഠിച്ചോളൂ. ഇസ്രാഫീലിന്റെ കഴിവ് ആർക്കാണ് ഇവിടെ അളക്കാൻ കഴിയുന്നത്? ഇസ്രാഫീൽ അല്ലാഹു കൊടുത്ത കഴിവ് ഖുർആൻ പറഞ്ഞതാണ്. ഹദീസ് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ദഈഫാണ്. പരിശുദ്ധ ഖുർആനിൽ പറയാൻ കഴിയില്ല. പണ്ടൊരു വഹാബി പറഞ്ഞു ഖുർആനിലും ഉണ്ട് ദഈഫ. എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കീല ദുഖുലിൽ ജന്ന എന്നാ ഖുർആനിലുള്ളത്, കീലാന്നല്ലേ, അതുകൊണ്ട് ദഈഫാണ്. ഈ രൂപത്തിലല്ലാതെ മലായികത്തിന്റെ കഴിവ് അളക്കാൻ ഇവിടെ ആർക്കാണ് കഴിയുന്നത്? അപ്പൊ മലായികത്തിന്റെ കഴിവിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്ന് പറയാൻ സാധ്യമല്ല. അത്രയും വലിയ കഴിവുള്ള ഒരു ഭാഗമാണ് ഈ മലായികത്ത്. ജിന്നുകളെ പരിശോധിച്ച് നോക്ക് നിങ്ങളാ, ജിന്നിന്റെ കഴിവ് എത്രയാ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ബിൽഖീസിന്റെ സിംഹാസനം സഭയിൽ നിന്നിട്ട് പെട്ടെന്ന് യമനിലെത്തണം. ചരിത്രം രേഖപ്പെടുത്തുന്നു 4 മാസത്തെ യാത്ര ചെയ്യണം, എങ്കിലേ 4 മാസം കൊണ്ട് അത് തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പോകണല്ലോ ഒരാള് സഭയിലേക്ക്, അത് 2 മാസം വേണം. അന്നത്തെ ദൂരം, കാറ്റ് യാത്ര ചെയ്യുന്നൊരു കാലഘട്ടമാണ്. തിരിച്ചു വരാനും വേണം 2 മാസം. ഈ 4 മാസത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ജിന്നിന് 4 മണിക്കൂർ മതി, അല്ലെങ്കിൽ 3 മണിക്കൂർ. മനുഷ്യനേക്കാൾ കഴിവുണ്ട് ജിന്നിന്, സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതാ. അതുകൊണ്ട് ജിന്നിന്റെ കഴിവാടതാ. ആ ജിന്നിന് പെട്ടെന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, സാധാരണ കഴിവല്ല. മലായികത്തിന്റെ അത്ര കഴിയുന്നില്ലെങ്കിലും ജിന്നിനെയും തീ കൊണ്ട് മടക്കപ്പെട്ടതുകൊണ്ട് വലിയ കഴിവുള്ളവരാ. നിങ്ങൾ ആലോചിക്കണം നമ്മുടെ വിജയം. ഈ കഴിവുള്ള ജിന്നുകളാ, ഈ കഴിവുള്ള മലായികത്തുകളാ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഈ 2 വിഭാഗത്തിനോടും സഹായം ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് സക്കരിയ സലാഹിയും പാർട്ടിയും സമ്മതിച്ചെങ്കിലാ നമുക്കവരോട് ചോദിക്കാനുള്ളത്, ഈ ജിന്നുകളെക്കാൾ കഴിവുള്ള, ഈ മലക്കിനെ പോലെ കഴിവുള്ള മഹാന്മാരുടെ അർവാഹിനോട് ചോദിക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത്? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇവരെ നേതാവാണ് ഇബ്നു തീമിയ, നമ്മളെ നേതാവല്ല. ഇനി ഇബ്നു തീമിയക്കും തിരിഞ്ഞിട്ടില്ല ശിർക്കും തൗഹീദും എന്ന് പറയുമെന്നറിയില്ല. ആ ഇബ്നു തീമിയാണ് ആദ്യമായി ഇസ്തിഗാസ ശിർക്കാണെന്ന് വാദം ഉന്നയിച്ചത്. അതിനുമുമ്പ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമ നൂറ്റാണ്ടായ 3 നൂറ്റാണ്ടിലും ഒരു കുട്ടി പോലും ഇസ്തിഗാസ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല.
4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. 5-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ജീവിച്ച ഇബ്നു തൈമിയ്യാണ് ശിർക്ക് ഹറാമാണെന്നും ഇസ്തിഗാസ ഹറാമാണെന്നും ശിർക്കാണെന്നും ആദ്യമായി വാദിച്ചിട്ടുള്ളത്. ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ മജ്മൂഉൽ ഫതാവയിൽ അദ്ദേഹം പറയുന്നു, 4-ാം വാല്യം 328-ാമത്തെ പേജ്, ഫഇന്ന അംറൽ അർവാഹി മിൻ ജിൻസി അംദിൽ മലായിക ഫിൽ ലഹ്വത്തിൽ വാഹിദ തസ്അദു ഇല സമാഇ സബിഅ. മലായികത്തിന്റെ സ്ഥാനത്താണ് മഹാന്മാരുടെ അർവാഹുകൾ ഉള്ളത്. മലായികത്തിന് എന്തെല്ലാം കഴിയുമോ അതുപോലെ ഈ മഹാന്മാരുടെ അർവാഹിനും കഴിയും. മഹാന്മാരെ കയ്യിൽപ്പെട്ടത് ചോദിക്കൽ ശിർക്കാന്ന് പറഞ്ഞവരാണ് ഇബ്നു തൈമിയ്യ അടക്കമുള്ള ഇന്നേ വരെ മുജാഹിദുകളോ. ഇപ്പൊ സക്കരിയ സലാഹി മാറി മലായികത്തിന്റെ കയ്യിൽപ്പെട്ട് ചോദിക്കുന്ന നിരോധമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കേസറ്റ് തുറന്നു നോക്കോ, പുസ്തകം പരിശോധിച്ച് നോക്കോ, ഈ നെറ്റിൽ അദ്ദേഹം എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും. അയാൾ പറഞ്ഞു മലായികത്തിന്റെ കയ്യിൽപ്പെട്ടത് ഇരിക്കട്ടെ, മലായികത്തിനോട് ചോദിക്കുന്ന നിരോധമില്ല. ഈ മലായികത്തിന്റെ സ്ഥാനത്താണ് മഹാന്മാര് വൈദ്യജീകാവട്ടെ, റിഫായി ചെയ്യാവട്ടെ, ബദരീകളാവട്ടെ അവരുടെ അർവാഹുകൾ ഉള്ളതെന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ. നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇബാറത്ത, ഫഇന്ന അംറൽ അർവാഹി മിൻ ജിൻസി അംദിൽ മലായിക. മഹാന്മാരുടെ അർവാഹുകള് അത് മലായികത്തിന്റെ പോസ്റ്റല്ല. മലായികത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ ഊത്തുകൊണ്ട് ലോകത്ത് മരിച്ചുപോയ മുഴുവൻ ജീവികളെയും രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിയും. ഒരു ഊത്തുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ജീവികളെയും മരിച്ചിട്ടില്ലാത്തവരെ മരിപ്പിക്കാനും പറ്റും. അത്രയും കഴിവുള്ളവരാണ് ഈ മലായികത്തുകൾ. ലോകം മുഴുവനും ഒരേ സമയത്ത് ഒരേ സെക്കൻഡിൽ സഞ്ചരിക്കാൻ മലക്കിന് കഴിയും. കാരണം എന്താ? അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നു ഈ കോഴിക്കോട് പട്ടണത്തിൽ 3 പേർ. അപ്പോൾ തന്നെ അമേരിക്കയിൽ 4 പേർ, അതേപോലെ ലണ്ടനിൽ 4 പേർ. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരേ സെക്കൻഡിൽ 10,000 റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാല്ല ഇസ്രായേൽ അലൈഹിസ്സലാം. എന്താണ് കഴിവ്? ഇവര് ചോദിച്ചു, മുഹ്യിദ്ദീൻ ബഗ്ദാദിൽ കിടക്കുന്നു, ഇവിടുന്ന് ഒരാൾ വിളിക്കുന്നു, കൊയിലാണ്ടിയിൽ നിന്ന് മറ്റൊരാൾ വിളിക്കുന്നു, കൽപ്പറ്റയിൽ നിന്ന് വേറെ ആൾ വിളിക്കുന്നു, മലപ്പുറത്തുനിന്ന് വേറെ ആൾ വിളിക്കുന്നു. എങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖിനെ കേൾക്കാൻ കഴിയുമെന്ന നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കൊയിലാണ്ടിയല്ല, അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും ലോകത്തുള്ള മുഴുവൻ ആളെയും ജീവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന റൂഹ് പിടിക്കുന്ന ഇസ്രായേലല്ലേ? സക്കരിയ സലാഹി പറഞ്ഞില്ലേ, മലായികത്തിന്റെ കയ്യിൽപ്പെട്ട് ചോദിക്കുന്നതിന് ശിർക്കല്ല എന്ന. ഈ സുന്നത്തമായത്തിന്റെ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മഹാന്മാര് പഠിച്ചു, മഹാന്മാര് പകർത്തി. കഴിവുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് വിരോധമില്ല. നിങ്ങൾ ആലോചിച്ചോ, അർവാഹിനെ പറ്റി സുന്നത്തമായത്തിന്റെ ഇമാമികൾ മാത്രം പറഞ്ഞതല്ല, മുജാഹിദ് പ്രസ്ഥാനം നട്ടുവളർത്തി ഇബ്നു തൈമിയ്യന്റെ മജ്മൂഉൽ ഫതാവയിൽ കൃത്യമായി വിവരിച്ചതാണ്. ഈ മലായികത്തിന്റെ കഴിവ് മരിച്ചുപോയ മഹാന്മാരുടെ അർവാഹിനുണ്ട്. എന്നിട്ട് അയാൾ കൃത്യമായി പറഞ്ഞു, മരിച്ചുപോയ ആളുകള് മിഅ്റാജിന്റെ രാത്രിയില് മുഹമ്മദ് റസൂലുള്ളാഹി ബൈത്തുൽ മഖ്ദിസിൽ ചെന്നപ്പോൾ മൂസാ നബിയെ ഖബറിലാണ് കണ്ടത്. മരിച്ചുപോയ മൂസാ നബി ഖബറിൽ വെച്ച് യുസല്ലി ഖായിമൻ ഫീ ഖബറിഹി, മൂസാ നബി ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. നോക്ക് നിങ്ങൾ, മരിച്ച മഹാന്മാരുടെ കഴിവും പ്രവർത്തനവുമാണ് പറയുന്നത്. ഈ വിഷയം പറഞ്ഞപ്പോൾ ഇബ്നു തൈമിയ്യ മജ്മൂഉൽ ഫതാവയിൽ ഇതിന് കൊടുത്ത ഹെഡിംഗ് യുസല്ലി ഫീ ഖബരി എന്ന ഹെഡിംഗ്. ബാബുൽ വുദൂ എന്ന് നമ്മൾ ഹെഡിംഗ് ഇടാറുള്ളത് പോലെ, ബാബു സലാത്ത് എന്ന കിതാബിൽ ഹെഡിംഗ് കൊടുക്കാറുള്ളത് പോലെ ഈ വിഷയം പ്രതിപാദിച്ചപ്പോൾ ഇബ്നു തൈമിയ്യ ഹെഡിംഗ് കൊടുത്തത് യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ വെച്ച് മഹാന്മാർക്ക് നിസ്കരിക്കാൻ കഴിയുമെന്ന. സഹീഹ് ബുഖാരിയിൽ കാണാം യുസല്ലി ഫീ ഖബരിഹി ഖായിമൻ, നിന്നുകൊണ്ടാ മൂസാ നബി നിസ്കരിച്ചത്. മുതബർരിദിൽ പോലും ചെറിയ കിതാബിൽ പോലും കാണാം ഖിയാം എന്ന ഫർളിൽ ഖാദിരി കഴിവുള്ളവർക്കാണ്. മൂസാ നബി നിസ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിട്ടല്ലേ? മരിച്ചുപോയ മഹാന്മാർക്ക് കഴിവുണ്ട്. ആ കഴിവിനെ മുജാഹിദ് നേതാവ് ഇബ്നു തൈമിയ്യ അളന്നതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ബൈത്തുൽ മഖ്ദിസിൽ എത്തിയപ്പോൾ മൂസാ നബി ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു. ആ മൂസാ നബിനെ അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തെത്തിയപ്പോൾ അവിടെ കണ്ടു.
അങ്ങനെ ഒരു ലഹള കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ ആകാശലോകത്തേക്ക് കയറിപ്പോകാൻ ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ റൂഹിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വെച്ചോ, മൂസാ നബിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. മരിച്ചുപോയ മഹാന്മാർ അർവാഹുകള് മലായികത്തിന്റെ പോസ്റ്റിലാണ്. ഒരു സെക്കൻഡ് കൊണ്ടേ ഞാൻ ആകാശത്തേക്ക് കോറും, അതേ സെക്കൻഡിൽ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനും കഴിയും. ആരെ പോലെ? കൽ മലക്കി, മലക്കിനെ പോലെ. സക്കരിയ സലാഹിക്ക് ബോധ്യപ്പെട്ടു, അയാളെ കൂടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടു. മലക്കിന്റെ കൈവിൽപ്പെട്ട് മലക്കിനോട് ചോദിക്കുന്നതിന് വിരോധമില്ല. അതയാൾ പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും അബദ്ധമായ തക്ലീദിനാണുള്ളത്. അയാളെ പ്രസംഗം നോക്ക് നിങ്ങൾ. അയാൾ പറയുന്നു, എടവണ്ണ ചെന്നാൽ അലയും മൗലവി പറഞ്ഞതേ പറയാൻ പാടുള്ളൂ, തിരൂർക്കാട് ചെന്നാൽ ഉമർ മൗലവി പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. അങ്ങ് എന്റെ നാട്ടിൽ പോയാൽ അവിടെ പഴയ മൗലവിമാരുണ്ട്, അവർ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. ഈ വിശ്വാസം എനിക്ക് പറ്റില്ല, ഈ കാഴ്ചപ്പാട് എനിക്ക് പറ്റില്ല. ഞാൻ കണ്ടതൊക്കെ തുറന്നു പറയാൻ തയ്യാറാവുകയാ. അപ്പൊ കണ്ടതൊക്കെ മൂടി വെക്കുന്നൊരു സ്വഭാവമായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മുജാഹിദ് മൗലവിമാർക്ക് എന്നല്ലേ പറഞ്ഞത്. ഇയാൾ തുറന്നു പറഞ്ഞു. ഇതാണ് അവരും ഇയാൾ തമ്മിലുള്ള വ്യത്യാസം. ആ തുറന്നു പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മലായികത്തിന്റെ കയ്യിൽപ്പെട്ടത് മലായികത്തിനോട് ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് സക്കരിയ സലാഹി സമ്മതിക്കുന്നുവെങ്കിൽ ആ മലായികത്തിന്റെ പോച്ചലാണ് മരിച്ചുപോയ അർവാഹുകളെന്ന് നിങ്ങളുടെ നേതാവ് ഇസ്തിഗാസന ആദ്യമായി എടുത്തത് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞെങ്കിൽ സുന്നത്തുമായത്തിന്റെ സത്യം ഈ ലോകത്ത് പുലർന്നു. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം നിലനിൽക്കും പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരിക്കലും പൊളിയില്ല. ബാത്തില് പൊളിയും. ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി ഒരു മാത്രമേ ഉള്ളൂ. അർവാഹുകളെ കൊണ്ട് സഹായം ചോദിക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ ആ വിഷയത്തിലേക്കല്ലേ ഈ മുജാഹിദുകൾ എത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു തൈമിയ്യ ഇതിനെ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചു. അയാൾ പറഞ്ഞു, ഈ ശരീരത്തിലുള്ളതുപോലെയല്ല മനുഷ്യന്റെ റൂഹ് പുറത്തിറങ്ങിയാൽ, മരിച്ചു പിരിഞ്ഞാൽ മനുഷ്യന്റെ റൂഹിന് ശക്തി കൂടും, മനുഷ്യന്റെ റൂഹ് ശക്തിപ്പെടും. അതുകൊണ്ട് ശരീരത്തിലുള്ളതിനേക്കാൾ പവർ റൂഹിന് കൂടും എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, വഖദ് കലാം. ഞാൻ ഈ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. അലാ ഹികാമിൽ അർവാഹി ബഅദ മുഫാറഖത്തിൽ അബ്ദാൻ. ശരീരത്തിൽ റൂഹ് വിട്ടുപിരിഞ്ഞാൽ ആ റൂഹിന്റെ കഴിവ് വളരെ വലുതാകുന്നു എന്നതിനെ പറ്റി ഫീ ഗൈരി ഹാദൽ മൗദി താഴത്ത് വരുന്ന സ്ഥലത്ത് മുജാഹിദിന്റെ മക്കളോട് ഇബ്നു തൈമിയ്യ പറയുന്നു, കുട്ടികളെ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, ഖുർആനിന്റെയും ഹദീസിന്റെയും ദലായിലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മലായികത്തിനേക്കാൾ കഴിവ്, അല്ലെങ്കിൽ മലായികത്തിന്റെ കഴിവ് അർവാഹുകൾക്കുണ്ട. ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. മലായികത്തിനോട് കഴിവിന്റെ പരിധിയിൽപ്പെട്ടത് ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് സക്കരിയ സലാഹി അടക്കമുള്ള മുജാഹിദ് മൗലവിമാർ പറഞ്ഞെങ്കിൽ തൊട്ടു പിന്നിൽ നമ്മൾ പറയുന്നു, ആ മലക്കിന്റെ സ്ഥാനത്താണെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ പറഞ്ഞ ആ മഹാന്മാർ അർവാഹിനോടും അവർ കഴിവിന്റെ പരിധിയിൽപ്പെട്ട് ചോദിക്കുന്നതിന് വിരോധമില്ലെന്ന് ഇനി നിങ്ങൾ താമസിപ്പിക്കാതെ ലോകത്തോട് പറയണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. നമുക്കത്രേ പറയാറുള്ളൂ. നമ്മുടെ ആശയം കൃത്യമായി ഇവിടെ പുലർന്നു കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്തതോടെ അതിന്റെ പ്രതിഫലം നമ്മൾ കണ്ടുവെന്നാണ് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് പ്രവർത്തകന്മാർ ഉണർന്നിനിയും പ്രവർത്തിക്കണം. ഒരു സംശയവുമില്ല, ഇത് പോകും. ഈ കക്ഷികൾ പിടിവരും. ഇതിനേക്കാൾ വലിയ കക്ഷിയാ ഞാൻ പറഞ്ഞില്ലേ, മുഅ്തസിലിയാക്കള്. വലിയ വലിയ ചിന്തകന്മാർ ആ പാർട്ടിയിലുണ്ടായിരുന്നു. പേരിന് പോലും ഒരെണ്ണം ലോകത്തെവിടെയും അത് കാണുകയായിരുന്നു. ഖവാരിജികള് ബഹുമാനപ്പെട്ട അലി നബി താലിബിനെ പോലും കൊല്ലാൻ കഴിവുള്ള വിഭാഗമായിരുന്നു അവർ. മുസ്ലിം ലോകത്തിന്റെ 4ാമത്തെ ഖലീഫ അലി നബി താലിബ് റളിയല്ലാഹു തആല കൊല ചെയ്തതാ ഈ ഖവാരിജിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നൊരു മനുഷ്യരാ. നോക്ക് നിങ്ങൾ അവരെ ശക്തി. ഭരണാധികാരിയെ കൊന്നു. അക്കാലഘട്ടത്തിൽ 10,000 അണിനിരന്ന ഒരു പാർട്ടിയാണ് ഈ ഖവാരിജ്. എവിടെയുണ്ട്? ലോകത്തെവിടെയെങ്കിലും പരിശോധിച്ചാൽ കാണാൻ കഴിയുമോ? സകലം നശിച്ചു. മുജാഹിദ് നശിക്കും, ഒരു സംശയവുമില്ല.
കാരണം അത് ഖുർആൻ പറഞ്ഞൊരു പരമാർത്ഥമാണ്. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. ബാത്തിൽ നശിക്കുമെന്നില്ല, യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ യാ ഇബാദല്ലാഹ് എന്നെ പറ്റി. എന്താണ് ഈ യാ ഇബാദല്ലാഹിന്റെ സംഭവം? ഈ യാ ഇബാദല്ലാഹ് ലോകത്തോട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. ഈ സക്കരിയ സലായിക്ക് നേരം ഇനിയും നല്ലോണം പുലർന്നിട്ടില്ല. അയാൾ പറയുന്നു യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് ശിർക്കൊന്നുമല്ല, പക്ഷെ അത് ഹറാമാണ്. ഇയാൾ എന്താണ് ഈ ഹറാമെന്ന് മനസ്സിലാക്കിയത്? ഉസൂലിന്റെ അടിസ്ഥാന നിയമങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ കാണും ഒരു വിഷയത്തെ പറ്റി ഹറാം എന്ന് പറയുമെങ്കിൽ അതിനെ പറ്റി നെഹി വരണം. എന്നാണ് ഉസൂലിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇംതിസാലു അവഅമിരില്ലാഹി വജ്തിനാബു നവാഹി. തഖ്വ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിക്കുക, അത് വുജൂബോ സുന്നത്തോ. രണ്ടാമത്തത് വിരോധിച്ച കാര്യം മാറി നിൽക്കുക. ഒരുപക്ഷെ ഹറാമായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും, ചിലപ്പോൾ ഖിലാഫുൽ ഔലയും വരും. വിരോധിച്ചൊരു കാര്യത്തെ ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ഹറാം എന്ന് പറയുന്നത്. കർശനമായി വിരോധമുണ്ടെങ്കിലേ ഹറാം എന്ന് പറയുള്ളൂ. എന്ന ഹദീസ് അത് ബലഹീനമാണ്, അതുകൊണ്ട് അത് ഹറാമാകുന്നു എന്നാണ് സക്കരിയ സലാഹിന്റെ പ്രസംഗം. അയാൾക്ക് എവിടുന്ന് കിട്ടിയാണ് ഈ വിവരം? ലൈഫായ ഹദീസ് കൊണ്ട് ഇതിനെപ്പെട്ടതിനെ പറ്റിയാണോ ഹറാം എന്ന് പറയൽ? ആരാണിത് പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി ഒരു കാര്യത്തിന് വിരോധിച്ചു എങ്കിൽ അത് കറാഹത്തെ ആകുകയുള്ളൂ. അതേസമയത്ത് കർക്കശമായി വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഹറാമ് വരും. അതാണ് ഹറാമ്. ഏത് കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സൂര്യന്റെ നിയമത, അല്ലാഹുവിന്റെ സൂര്യന്റെ കൽപ്പന, അല്ലാഹുവിന്റെ സൂര്യ വിരോധിച്ച കാര്യങ്ങൾ, ഈ രണ്ടെണ്ണമാണ്. രണ്ടുമില്ലെങ്കിൽ അതിന്റെ പേര് മുബാഹ് ഹലാൽ എന്നാണ്. വേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതാണ് ഹറാമ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ഈ ഹദീസ് ലൈഫായതുകൊണ്ട് അത് ഹറാമാണ് ചെയ്യരുത്. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കൊന്നുമല്ല, മലക്കിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല, പക്ഷേ ഹറാമാണ്. എവിടുന്ന ഇയാൾ ഹറാം പഠിച്ചത്? ഇയാൾ ഇക്കാലം വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൂടി ഡോക്ടറേറ്റ് നേടിയതുകൊണ്ട് ചെറിയ ഉസൂലിന്റെ നിയമം പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്ന് നമുക്ക് വേദനയോടെ ഓർക്കുകയാണ്. മുതല്ലിമിനെ വിളിച്ച് ചോദിച്ചാൽ പറയും, മുതല്ലിം ജമുൽ ജവാമിന്റെ ഉദ്ധരണി കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്നോ ശാരി അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നോ ഒരു നഹി വന്നെങ്കിൽ അത് കർശനമായ നഹിയാണെങ്കിൽ ഹറാമാണ്, ഇല്ലെങ്കിൽ കറാഹത്തെ വരുള്ളൂ, നഹി ഉണ്ടായാൽ തന്നെ. എന്നിട്ട് ഇയാളെ വാദം ഹദീസാണ്, അതുകൊണ്ട് അത് ഹറാമാകുന്നു, മലായികത്തിനോട് സഹായം ചോദിക്കലെന്നാ. നിങ്ങൾ ചിന്തിക്കണം ഈ വിഷയത്തിന്റെ കഥ എന്താ? ഇമാം നബി ഒറ്റ ഗ്രന്ഥം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ചൗക്കാനി അടക്കം, മുജാഹിദ് നേതാവ് ചൗക്കാനി അടക്കം നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു ഹദീസാണ്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ ചിന്തിച്ചോക്കാം, അദ്ദേഹത്തിന്റെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ബാബു മാ യഖൂലു ഇദം ഫലതത് ദാബത്തു എന്നാണ് ഈ ഹദീസിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അത് കാരണം ഇവർ ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യന്റെ മൃഗം ഓരറ്റെന്ന് കാണാതായി പോയാൽ എന്തു ചെയ്യണം? ഇമാം നബിന്റെ ചോദ്യമാണ്. ഒരു മനുഷ്യൻ മനുഷ്യന്മാരും അവിടെ ഇല്ല, ഓറച്ച അല്ലെങ്കിൽ കാടില്ല, മരുഭൂമിയ, അവിടുന്ന് ഒരാളെ മൃഗം പോയാൽ എന്ത് ചെയ്യണമെന്നാണ് ഇമാം നബി ചോദിക്കുന്നത്. അതിനാണ് ഇമാം നബി മറുപടി പറഞ്ഞത്, യാ ഇബാദല്ലാഹ്, ജിന്നുകളെയും മലായികത്തിനെയും വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊള്ളുക, അർവാഹിനാൽ വിരോധമില്ല. ബഹുമാനപ്പെട്ട ഇമാം നബി, നിങ്ങൾ ചിന്തിച്ചോക്ക്, ഈ ഹദീസ് ലൈഫാണെങ്കിൽ ഇമാം നബി ഈ ഒരു ശിർഖൻ വാദം ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാകുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് ഇമാം നബി? ലോക പണ്ഡിതൻ, ആയുഷ്കാലം മുഴുവനും കിതാബ് രചനയിലും ഇൽമിന്റെ പ്രചരണത്തിലും മാത്രം വിനിയോഗിച്ച ലോക പണ്ഡിതനല്ലേ ഇമാം നബി? ആ ഇമാം നബി സക്കരിയ സലാഹിന്റെ അപ്പുറത്തുള്ള മുജാഹിദുകളാ ഇപ്പോഴും വരുന്നു യാ ഇബാദല്ലാഹ് വിളിച്ചാൽ ശിർക്കാകും. ഇമാം നബി ചെയ്തു എന്ന് മാത്രമല്ല, ഇദം ഫലതത് ദാബത്തുഹു, തന്റെ മൃഗം പോററ്റുന്ന് കാണാതെ പോയാൽ, മരുഭൂമിയിൽ കാണാതെ പോയാൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചുകൊള്ളുക. ബഹുമാനപ്പെട്ട ഇമാം നബി ലോക മുസ്ലിമുകളോട് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മിതമായ ഭാഷയിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ, ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും യാ ഇബാദല്ലാഹ് എന്ന് പറയിപ്പിച്ച
മുശ്രിക്കാക്കുന്നൊരു ഇമാമാണോ ഇമാം നബി? ഇതാരാ? മുജാഹിദ് പണ്ഡിതനാ? എന്താണ് ഈ പറയുന്നത്? എത്ര ക്രൂരതയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ! ഈ അധ്യായത്തിലാണ് ലോക മുസ്ലിമീങ്ങളോട് മുഴുവനും അവർക്ക് ഹദീസിൽ വന്ന ദിക്ർ ചൊല്ലേണ്ടതിന് വേണ്ടി ഇമാം നബി പ്രത്യേകമായി രചിച്ച ഒരു ഗ്രന്ഥമാണ് ഈ അദ്കാർ. അദ്കാറിൽ ഇമാം നബി ഇദം ഫലത്തത് ദാബത്തുഹു, മൃഗം നഷ്ടപ്പെട്ടാൽ എന്താ ചൊല്ലേണ്ടത്? ഇമാം നബി പറഞ്ഞതാണ്. അവിടെയാണ് ഇമാം നബി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്തിഗാസ ചെയ്യാനാ, പ്രാർത്ഥിക്കാനല്ല. ഇസ്തിഗാസ ചെയ്യാനാണ്. അവർക്ക് ഇമാം നബി പറയുന്നുണ്ട്, ഇസ്തിഗാസ ചെയ്യാനാണ് അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗാസ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എനിക്ക് കഴിഞ്ഞു പോയ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞു പോയ ഒരുപാട് പണ്ഡിതന്മാർ അവർക്ക് ഇതുപോലത്തെ രംഗം വന്നപ്പോ, അവരെ വാഹനങ്ങൾ നഷ്ടപ്പെട്ടപ്പോ ആ സമയത്ത് അവർ ചൊല്ലിയത്, അവർ പറഞ്ഞത് യാ ഇബാദല്ലാഹ് എന്ന ഇസ്തിഗാസയാ. നോക്ക് നിങ്ങള്, ബഹുമാനപ്പെട്ട ഇമാം നബി ഒതുങ്ങുന്നില്ല. ബഅദു ശുയൂഖിനൽ കിബാർ ഫിൽ ഇൽമ, വിജ്ഞാനത്തിൽ എന്നെക്കാണൊക്കെ എത്രയോ ഉയർന്ന കഴിഞ്ഞകാല പണ്ഡിതന്മാര് മുഴുവനും, നല്ലൊരു ഭാഗം പണ്ഡിതന്മാർ, അവർക്ക് യാത്രയിൽ, എല്ലാവരും യാത്ര ചെയ്തുള്ളൊന്നുമില്ലല്ലോ, ആ യാത്ര ചെയ്ത നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അവർക്ക് വാഹനം നഷ്ടപ്പെടുമ്പോൾ അവർ സ്വീകരിച്ചത്, ആ വാഹനം തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്, ആ ഇസ്തിഗാസയാണ് ഉപയോഗിച്ചു. ചെല്ലിയത് മാത്രമല്ല, ഫഹബിസഹുല്ലാഹു അലൈഹി ഫിൽ ഹാൽ, ആ സെക്കൻഡിൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചു തീർന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിനെ അവരുടെ മുമ്പിൽ ഹാജരാക്കി കൊടുത്തു. നോക്ക് നിങ്ങൾ, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ആചാരമാണ്, പണ്ഡിതന്മാരുടെ ആചാരമാണ്. എന്നിട്ട് ഇമാം നബി പറഞ്ഞു, കഴിഞ്ഞ കാല പണ്ഡിതന്മാരൊക്കെ ആ മാർഗം സ്വീകരിച്ചപ്പോ ഞാനും ഒരു സമയത്ത് യാത്ര പോയി, ഇൽമു പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി. ആ യാത്രയിൽ ഒരുപാട് ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. ആ യാത്രയിൽ ഒരു മനുഷ്യന്റെ വാഹനം നഷ്ടപ്പെട്ടു. പല സ്ഥലത്തും തെരഞ്ഞെങ്കിലും അവർക്ക് ഇത് കിട്ടിയില്ല. അവസാനം ആ മനുഷ്യരും പറഞ്ഞു യാ ഇബാദല്ലാഹ്, ആ സമയത്ത് ആ വാഹനം കിട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഈ ഒരു കലാമല്ലാത്ത മറ്റൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇസ്തിഗാസനെ സംബന്ധിച്ച് ഇമാം നബിയുടെ പരാമർശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിവാഹാദൽ കലാം, ഇസ്തിഗാസ കേവലം ഒരു കലാമാണ്. മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അർവാഹുകളോടോ ജിന്നുകളോടോ മലായിക്കത്തിനോടോ ഉള്ള ഒരു സംസാരമാണത്. അത് ദുആ, പ്രാർത്ഥനയല്ല. എന്നല്ല ഇമാം നബി അദ്കാറിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാ. സിവാഹാദൽ കലാം, അതൊരു സംസാരമാണ്. ജനങ്ങൾ തമ്മിൽ സഹായം ചോദിക്കുമ്പോൾ അന്യോന്യം സംസാരിക്കാറുണ്ട്, അത് സഹായം അഭ്യർത്ഥന, അതൊരു സംസാരമാണ്, അത് പ്രാർത്ഥനയല്ല. എന്ന പോലെ അർവാഹിനോടായിരുന്നാലും മലായിക്കത്തിനോടായിരുന്നാലും ജിന്നുകളോടാണെങ്കിലും യാ ഇബാദല്ലാഹ് എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അതൊരു സംസാരമാണ്, അതൊരു പ്രാർത്ഥനയല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആട്ടിനെ പട്ടിയാക്കുന്ന കോലമാണ് മുജാഹിദിന്റെ കൈവശത്തുള്ള ഈ കലാമ്. ഇമാം നബി പറഞ്ഞ ഈ സംസാരത്തിനെ പ്രാർത്ഥനയായി പറഞ്ഞ ഈ മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും മുശ്രിക്കുകളാക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അവിടുന്ന് ചിലർക്കെങ്കിലും ചിലതെങ്കിലും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയല്ലോ. നമ്മുടെ പ്രസംഗം പ്രയോജനപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, സംഘടനയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ ഫലം ചെറിയ രൂപത്തിലാണെങ്കിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ പറഞ്ഞത് ഈ മലായിക്കത്തിനോട് പരിധിയിൽപ്പെട്ടത് ചോദിക്കാൻ പറ്റുമെന്ന് ഈ സക്കരിയ സലായി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞെങ്കിൽ ആ
മലായികത്തിന്റെ പട്ടികയിലാണ് അർവാഹുകളെന്ന് അവരെ നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു പരിധിയും നിശ്ചയിക്കാൻ കഴിയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മലായികത്തിന്റെ കൈവിന് പരിധി നിശ്ചയിക്കാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. അള്ളാഹു അത്രയും കൈവാ കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ ഊത്തുകൊണ്ട് ലോകത്ത് മരിച്ചുപോയ മുഴുവൻ മനുഷ്യന്മാരല്ല, മുഴുവൻ ജീവികളെയും രണ്ടാമത് ഹയാത്താക്കാൻ പറ്റുന്ന ഊത്തിന്റെ കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് തന്നെയാ. അവരുടെ കഴിവിന് പരിധിയില്ല. എങ്കിൽ അതേ മലായികത്തിന്റെ കഴിവാണ് ഈ മഹാന്മാരുടെ അർവാഹുകൾക്ക് അല്ലാഹു തആല കൊടുത്തതും. അതുകൊണ്ട് സക്കരിയ സലാഹി എന്ന് പറയുന്ന ആ മനുഷ്യന് ശരിക്കു പുലർന്നിട്ടില്ലെങ്കിലും ഏതാണ്ട് നേരം പുലർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പുലരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പഴയ കാലത്ത് സുന്നത്തുമായത്തിന്റെ പ്രവർത്തകന്മാർ പ്രസംഗിച്ചതുപോലെ മഹാനായി കെ.എസ്. മുസ്ലിയാരാണ് ഈ രംഗത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിൽ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പ്രസംഗം കുറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ കുറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എ പി ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഫലവത്തായിരിക്കുകയാണ്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രവർത്തകന്മാരാണ് ഇരിക്കുന്നത്. ആ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം അത് പ്രയോജനപ്പെട്ടു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കഴിഞ്ഞുപോയ കക്ഷികളൊക്കെ പരിപൂർണമായി തകർന്നതുപോലെ ഈ കക്ഷിയും തകരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി യാതൊരു സംശയവുമില്ല, അടുത്ത സമയത്ത് പരിപൂർണമായി തകരും. സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി അതിന്റെ വക്താക്കളായി, പ്രവർത്തകന്മാരായി, പ്രചാരകന്മാരായി മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.